മഹത്വമേൽ നിന്ന് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ ഭവനത്തിലേക്ക് ആദരവോടെ സ്വീകരിക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ 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 നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യ ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് വിശുദ്ധരോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് സർവശക്തനായ കർത്താവിനെ ആരാധിക്കാം. ആരാധന 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 യേശുനാഥ, യേശുനാഥ, ആരാധന 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 യേശുനാഥ. കരങ്ങൾ ഉയർത്തി ആരാധന, കരങ്ങൾ വീശി ആരാധന ആരാധന യേശുനാഥ. ആരാധിക്കാം. ആരാധന 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 യേശുനാഥ. യേശു. ഹല്ലേലൂയ 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 യേശുനാഥ. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യ നാഥനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സർവശക്തനായ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കും: ഉസ്സിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു.
അവ ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ. സഹോദരങ്ങളെ, ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് യെശയ്യാ കണ്ടു. യെശയ്യായ്ക്കുണ്ടായ ദർശനം, സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ അൾത്താരയിൽ തിരുവോസ്തിരുവനായി ഇതാ നമ്മുടെ മധ്യേ ഈശോ സന്നിഹിതനായിരിക്കുകയാണ്. സ്വർഗം മുഴുവൻ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയുണ്ട്, വിശുദ്ധ യേശു പിതാവുണ്ട്, സകല വിശുദ്ധരുണ്ട്, കാവൽ മാലാഖമാരുണ്ട്. സകല വിശുദ്ധരും കാവൽ മാലാഖമാരോടും എല്ലാം ചേർന്ന് പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമുക്ക് പാടി ആരാധിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവപിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു കരങ്ങളടിച്ച് നമ്മൾ ഒരുമിച്ച് ചേർന്ന് വലിയ സന്തോഷത്തോടെ സകല സ്വർഗവാസികളോടും ചേർന്ന് ഭൂവാസികളായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി പാടി ആരാധിക്കാം. എല്ലാവരും ചേർന്ന് പാടുന്നു. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ചേർന്ന് പാടി. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആമേൻ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ചേർന്ന് പാടാം. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥ, ആരാധന അങ്ങേക്ക് ആരാധന, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. എല്ലാ മക്കളും ഒരുമിച്ച് ചേർന്ന് യേശുനാഥനെ പാടി ആരാധിക്കുന്നു. വലിയ സന്തോഷത്തോടെ പാടി ആരാധിക്കാം. യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. എല്ലാവരും ചേർന്ന് യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ഉയർത്തിയടിച്ച് അങ്ങേക്ക് ആരാധന, കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഈ ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേൽ ദിവികാരുണ്യത്തിന്റെ അനന്തശക്തി ഈ രാത്രിയുടെ യാമങ്ങളിൽ ഒഴുകി ഇറങ്ങുവാൻ വേണ്ടി ഓ ആത്മാവേ ഞങ്ങൾ ഒന്ന് ചേർന്ന് പാടി ആരാധിക്കുന്നു. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ഓ ആത്മാവേ, പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ശുദ്ധാത്മാവേ, പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന അങ്ങേക്ക് ആരാധന, എല്ലാവരും ചേർന്ന് ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, കരങ്ങൾ വീശി ആരാധന
ചേർന്ന് പാടുന്നു. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് എല്ലാ മക്കളും ചേർന്ന് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹിക്കണേ ഈ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടി, രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടി, ഈശോയിലേക്ക് നീട്ടി. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇത് അത്ഭുതങ്ങളുടെ രാത്രിയാണ്, ഇത് അനുഗ്രഹങ്ങളുടെ രാത്രിയാണ്, ഇത് അഭിഷേകത്തിന്റെ രാത്രിയാണ്, ഇത് കൃപയുടെ രാത്രിയാണ്, ഇത് വിടുതലിന്റെ രാത്രിയാണ്. കർത്താവേ, സ്വർഗം സായിച്ച് ഈ സമൂഹത്തെ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നിന്നെ സ്തുതിക്കുന്ന, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നിന്നെ ആരാധിക്കുന്ന ജനലക്ഷങ്ങളുടെ വലിയ ശക്തി ഒഴുകട്ടെ. കർത്താവേ, എസെക്കിയേൽ 47 ദേവാലയത്തിൽ നിന്നും ഒഴുകിയ നീർച്ച യേശുവേ ഈ സമയത്ത് ഒഴുകട്ടെ, ഈ മക്കളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ, സമൂഹങ്ങളിലേക്ക് ഒഴുകട്ടെ, ഇവരുടെ നിയോഗങ്ങളിലേക്ക് ഒഴുകട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ അനന്ത ശക്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ഒഴുകി ഇറങ്ങട്ടെ. കല്ലുപോലുള്ള ഹൃദയങ്ങളെ മെഴുകുപോലെ തിരുരക്തത്തിന്റെ ശക്തി ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. യേശുവേ, യേശുവേ നന്ദി, 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 നന്ദി. ഈശോയെ, ഈശോയെ അനുഗ്രഹിക്കണമേ, 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 ആശീർവദിക്കണമേ, കൃപയൊഴുക്കണമേ, വിശുദ്ധീകരിക്കണമേ, 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 വിശുദ്ധീകരിക്കണമേ. പുതിയൊരു അഭിഷേകം നൽകണമേ, പുത്തൻ കൃപകൾ നൽകണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ, ഞങ്ങളുടെ സമൂഹങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകൾ അനുഗ്രഹിക്കട്ടെ, 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 അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദിവ്യകാരുണ്യീശോയെ തന്നെ നോക്കാം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് സമീപസ്ഥമായിരിക്കുന്ന പോലെ കർത്താവ് ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാളെ കർത്താവിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്. ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ തിമയുടെ പുത്രനായ ബർത്തമിയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിലിരിപ്പുണ്ടായിരുന്നു. ഈശോയാണ് കടന്നു പോകുന്നത് എന്നറിഞ്ഞപ്പം അവൻ ഉറക്കെ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. ഈശോയാണ് കടന്നു പോകുന്നത് എന്നറിഞ്ഞപ്പം അവൻ ഉറക്കെ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. ചുറ്റും നിന്നിരുന്ന ജനസഞ്ചയം, തനിക്ക് തലേന്ന് വരെ ഭിക്ഷ തന്നിരുന്ന ജനക്കൂട്ടം മിണ്ടാതിരിക്കാൻ അവനോട് പറഞ്ഞു. അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈശോ അവിടെ നിന്നു. നീ നിന്റെ ഭവനത്തിലിരുന്ന്, നീ നിന്റെ ജോലി മേഖലയിലിരുന്ന്,
വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ഇതാ ഈശോ ഇവിടെ നിൽക്കുന്നു. ഹല്ലേലൂയ. അന്ന് ജെറിക്കോയിലൂടെ കടന്നുപോയതേ കർത്താവാണ് ഇന്ന് ഈ തിരുവരളിക്കയിൽ തിരുവോസ്തിരുവനായി നിന്റെ നിലവിളിക്ക് ഉത്തരമരുളുവാൻ ഈ സക്രാരിയിൽ നിന്ന് തിരുവോസ്തിരുവനായി നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നേ. അവൻ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഈശോ അവിടെ നിന്നു അവനെ വിളിക്കാൻ പറഞ്ഞു. അവന്റെ പുറങ്കുപ്പായ, പാപത്തിന്റെ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞിട്ട് ഓടി ഈശോയുടെ അടുക്കലെത്തുമ്പോൾ ഈശോ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നേ? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നേ? പ്രിയമുള്ള മകനെ, മകളെ, ഈശോ ഈ രാത്രിയിൽ നിന്നോട് ചോദിക്കുകയാ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന്. ഞാൻ നിന്റെ കുടുംബത്തിന് വേണ്ടി, ഞാൻ നിന്റെ ജീവിതത്തിന് വേണ്ടി, നിന്റെ ജീവിതാവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈശോ നിന്നോട് ചോദിക്കുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, നീ ആരുമായിക്കൊള്ളട്ടെ, എവിടെയുമായിക്കൊള്ളട്ടെ, ഇന്നലകളിൽ നിന്ന് നിന്റെ ജീവിതം എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് ഇന്ന് നിന്നെ അനുഗ്രഹിക്കും. കർത്താവിന് എന്നെ കുറിച്ച് വിചാരമുണ്ട്. കർത്താവ് നിന്നെ വിളിക്കുകയാ, വരുവിൻ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. അവൻ നിന്നെ വിളിക്കുകയാ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ്, ഞാൻ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ്, ഞാൻ നിന്റെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നേ. പ്രിയമുള്ള മക്കളെ, നമ്മുടെ എല്ലാ അവസ്ഥകളും, നമ്മുടെ ജീവിതത്തിന്റെ സർവ്വസ്ഥിതികളും ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവൻ നിന്നെ അനുഗ്രഹിക്കും. ഈ രാത്രി നിന്നെ അനുഗ്രഹിക്കും. ഈ രാത്രി നിന്റെ മേൽ കൃപയൊഴുക്കും. ഈ രാത്രി നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അവന്റെ സന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ അവൻ കരങ്ങളിലെടുക്കും, ആശീർവദിക്കും. കൃപ ഈ നിമിഷം തന്നെ നിന്നിലേക്ക് ഒഴുക്കും. പക്ഷെ നീ വിശ്വസിക്കണം. അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്ത് ലഭിക്കുമെന്ന് നീ വിശ്വസിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ സ്ഥിതി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളുടെ സ്ഥിതി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജോലി മേഖലയുടെ സ്ഥിതി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലത്തെ അവസ്ഥകൾ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതെ, കൊല്ലപ്പെട്ടിട്ടും ഇന്നും ജീവിക്കുന്ന കുഞ്ഞാട്, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവനെന്ന് നമ്മളോട് പറയുക, ഞാൻ സർവമർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? അവൻ നമ്മളോട് പറയുക, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും, നിന്റെ ആകുലതകളും ഉത്കണ്ഠകളും എനിക്ക് താ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളും കൊല്ലപ്പെട്ടിട്ടും ഇന്നും ജീവിക്കുന്ന, ഇന്നലെയും എന്നും എന്നാളും ഒരുവൻ തന്നെയായ, ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ വാക്കുകൾക്ക് മാറ്റം ഉണ്ടാകാത്ത സർവശക്തന്റെ പക്കലേക്ക് സമർപ്പിച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ച്, കർത്താവേ, കൊല്ലപ്പെട്ടിട്ടും ഇന്നും ജീവിക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കൊല്ലപ്പെട്ടിട്ടും ഇന്നും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ഓരോ ദിവസവും ദിവ്യ കാരുണ്യമായി ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദിവ്യ കുഞ്ഞാടേ, ഞങ്ങളുടെ പാപങ്ങൾ നോക്കി നമ്മളെ ശിക്ഷിക്കാതെ കരുണയോടെ നീ എന്റേതാണ്, നീ എന്റേതാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും
നിൽക്കുകയാണല്ലോ, കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ, കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. ഈശോയെ തന്നെ നോക്കി അവന്റെ സ്നേഹമാവോളം അനുഭവിച്ചറിഞ്ഞ് അർഹിക്കാത്ത സ്നേഹമായ കർത്താവിന്റെ കരുണാർദ്ര സ്നേഹം ആവോളം നുകർന്ന് നമുക്ക് ചേർന്ന് പാടാം. മുൾമുടി ചൂടിയിട്ടും മുള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ, കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. മുൾമുടി ചൂടിയിട്ടും മുള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ, കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. സ്നേഹിതരറ്റിട്ടും യാതനയേറ്റിട്ടും നിൽക്കുകയാണല്ലോ, കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. സ്നേഹിതരറ്റിട്ടും യാതനയേറ്റിട്ടും നിൽക്കുകയാണല്ലോ, കുഞ്ഞാടു നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം അടിമത്തത്തിലായിരുന്നു. മോശയും അഹറോനും ഫറവോയുടെ അടുക്കൽ പലതവണ തൻ്റെ ജനത്തെ ആരാധിക്കുവാൻ വിടണമേ എന്ന അപേക്ഷയുമായി ചെന്നു. ഓരോ തവണയും ഫറവോ സമ്മതിച്ചുവെങ്കിലും മനസ്സ് മാറ്റിക്കൊണ്ടിരുന്നു. 10 മഹാമാരികൾ നമ്മൾ വിശുദ്ധ വചനത്തിൽ കാണുന്നുണ്ട്. ഈജിപ്തുകാരുടെ ആദ്യജാതരെ സംഹരിച്ചു. എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തം മേൽപ്പടിയിന്മേലും കട്ടിളപ്പടിയിന്മേലും തളിച്ച ഇസ്രായേൽ ഭവനങ്ങളെ സംഹാരദൂതൻ ആക്രമിക്കാതെ കടന്നുപോയി. കുഞ്ഞാടിൻ്റെ രക്തം നെൽപ്പടിയിന്മേലും കട്ടിളപ്പടിയിന്മേലും തളിക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ സംഹാരദൂതൻ കടന്നുപോയെന്ന് പുറപ്പാട് ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ, വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ എങ്ങനെ വായിക്കുകയാണ്? അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും തിന്മയുടെ മേൽ വിജയം നേടി. സഹോദരങ്ങളെ, നമുക്ക് ഈശോയോട് ഈ സമയത്ത് തീക്ഷ്ണമായിട്ടും പ്രാർത്ഥിക്കാം.
ഈശോയെ ഞങ്ങളെ കഴുകണമേ. ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകണമേ. ഈശോ പത്രോസിനോട് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ലെന്ന്. ഓ കർത്താവേ, ഞങ്ങളെ കഴുകണമേ. നിന്റെ തിരുരക്തത്താൽ കഴുകണമേ. നിന്റെ തിരിച്ചോരത്തുള്ളികൾ കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഈശോയുടെ രക്തം എല്ലാ പാപക്കറകളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തം എല്ലാ പാപക്കറകളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. കർത്താവേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നിന്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്, സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ട് തിന്മയുടെ മേൽ വിജയം നേടി. ഇതാ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കർത്താവെ ഞങ്ങളെ കഴുകണമേ. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. നിന്റെ തിരുരക്തത്താൽ കഴുകണം, നിന്റെ ഹിതം പോലെ ഞങ്ങളെ നയിക്കണമേ ഈശോ. എല്ലാവരും ചേർന്ന് ഈ ഗാനത്തിന്റെ ഈരടികൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. നിൻ തിരുരക്തത്താ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ സമർപ്പിച്ച് കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ജീവിത പങ്കാളിയെ, മക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നിൻ തിരുരക്തത്താ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിയെ കർത്താവിലേക്ക് ചേർത്ത് വെച്ച് നിൻ തിരുരക്തത്താ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. വർഷങ്ങളായി ചില വ്യക്തികളോട് ക്ഷമിക്കാൻ പറ്റാത്ത നിന്റെ മനസ്സിലെ വെറുപ്പ്, വൈരാഗ്യത്തിന്റെ അവസ്ഥകൾ ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് നിൻ തിരുരക്തത്താ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. അനേക നാളുകളായി നിന്നെ പീഡിപ്പിക്കുന്ന പല രോഗത്തിന്റെ അവസ്ഥകളും ഉണ്ടാകാം. ഈശോയുടെ രക്തം എല്ലാ കറകളിൽ നിന്നും വിശുദ്ധീകരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് രോഗപീഠകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നിൻ തിരുരക്തത്താ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. എല്ലാ തഴക്ക ദോഷങ്ങളെയും ദുശീലങ്ങളെയും ദിവ്യകാരൻ ഈശോയുടെ പക്കലേക്ക് ചേർത്ത് വെച്ച് നിൻ തിരുരക്തത്താ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പലപ്പോഴും പ്രാർത്ഥിക്കണം, കുറേയും കൂടി പരിഹാരം ചെയ്യണം, വചനം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതോടൊപ്പം അടുക്കൽ കുമ്പസാരിക്കണം, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. നിന്റെ തീരുമാനങ്ങളെ കർത്താവിന്റെ പക്കലേക്ക് സമർപ്പിച്ച് നിൻ തിരുരക്തത്താ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഇങ്ങനെ പോയാൽ പോരാ, എനിക്കൊരു വിശുദ്ധയാകണം, ഒരു വിശുദ്ധനാകണം. നിന്റെ വലിയ ആഗ്രഹത്തെ കർത്താവിന്റെ പക്കലേക്ക് സമർപ്പിച്ച് നിൻ തിരുരക്തത്താ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും കർത്താവിന്റെ പക്കലേക്ക് ചേർത്ത് വെച്ച് നിൻ തിരുരക്തത്താ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. പരിശുദ്ധ കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെ, കർദിനാൾ തിരുസംഘങ്ങളെ, നമ്മുടെ എല്ലാ രൂപത അധ്യക്ഷന്മാരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നിൻ തിരുരക്തത്താ കഴുകണമേ ഈശോ,
തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. നമ്മുടെ എല്ലാവരുടെയും ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, നമുക്ക് വിവിധങ്ങളായ കുദാശകൾ നൽകിയ എല്ലാ വൈദികരെയും ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിലേക്ക് സമർപ്പിച്ച് നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും, ശുദ്ധീകരണ സ്ഥലത്ത് നൊമ്പരം അനുഭവിക്കുന്ന സകല ആത്മാക്കളെയും ദിവ്യകാരുണ്യേശ്വരുടെ പക്കലേക്ക് സമർപ്പിച്ച് നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. സഹോദരങ്ങളെ, നമുക്ക് ഈശോയെ തന്നെ നോക്കാം. ഈശോയിലേക്കെല്ലാം സമർപ്പിക്കാം. ജീവിതങ്ങളെ കർത്താവിൻ്റെ പക്കൽ കാണിക്കയായി സമർപ്പിക്കാം. ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങയുടെ പ്രാർത്ഥന ശ്രവിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്ന് എനിക്കറിയാം. ഈശോയുടെ പക്കലേക്ക് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും തീക്ഷ്ണമായി ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.